ചേട്ടാ, ഈ ബ്രിജ് ഭൂഷൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കേട്ടിരുന്നല്ലോ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തോ പറയാമെന്ന് പറയുന്നില്ലേ? ഇല്ല, എനിക്കതേക്കുറിച്ച് പറയാൻ സൗകര്യമില്ല. കാരണം ബ്രിജ് ഭൂഷൻ്റെ കാര്യം നിങ്ങൾ ആ ഗുസ്തിക്കാരുടെ കാര്യമല്ലേ പറയുന്നത്? അതെ, പ്രായപൂർത്തിയായിട്ടുള്ള മുതിർന്ന ഗുസ്തിക്കാരികളെ ബ്രിജ് ഭൂഷൺ പീഡിപ്പിച്ചു. അതെ, അയാൾ ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞ ആളുകളുടെ മനസ്സിൽ ബ്രിജ് ഭൂഷൺ കിടക്കുക. കേരളത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ടല്ലോ, KCA, അതിലൊരു കോച്ച് നിരവധി കുട്ടികളെ, പ്രായപൂർത്തിയായ ഗുസ്തിക്കാരികളല്ല, കുട്ടികൾ, പോക്സോ കേസിൻ്റെ പരിധിയിൽ വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു. അതിലെ അമ്മമാരുണ്ടല്ലോ, കുട്ടികളുടെ അമ്മമാർ ഹൈക്കോടതി കയറി ഇറങ്ങുക, ഒരു ADGP വെച്ച് അന്വേഷിപ്പിക്കണം, എന്നിട്ട് പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളുടെ നഗ്ന വീഡിയോകളെടുത്ത് ഇൻ്റർനെറ്റിലൊക്കെ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഈ മനു എന്ന് പറയുന്ന കോച്ചിൻ്റെ ഫോൺ പിടിച്ചെടുക്കണമെന്ന് സൈബർ പോലീസിൽ പരാതി കൊടുത്തിരിക്കുക. വാർത്ത എവിടെയെങ്കിലും കണ്ടോ? ഏതെങ്കിലും പത്രം പറയുന്നുണ്ടോ? ഏതെങ്കിലും ചാനലിൽ അന്തിച്ചർച്ചയുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്നത് സിനുവിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മനസ്സിൽ പോലും ഇവിടുത്തെ മീഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നറേറ്റീവാണ്. ബ്രിജ് ഭൂഷൺ പീഡിപ്പിച്ചോ ഇല്ല എന്നുള്ള വേറെ വിഷയം. പക്ഷേ നമ്മുടെ മുറ്റത്ത്, നമ്മുടെ കേരളത്തിൽ ഈ ഗുസ്തിക്കാരികളുടേതിനേക്കാളും പകുതിയിൽ മൂന്നിലൊന്നോ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു നരാധമൻ പീഡിപ്പിച്ചിട്ട് കേരളത്തിലെ എത്ര പത്രത്തിൽ വാർത്തയാവുന്നു? ഇവിടുത്തെ എത്ര സാംസ്കാരിക നായകന്മാർ ബഹളം വെക്കുന്നു? എത്ര രാഷ്ട്രീയ പാർട്ടി പ്രസ്താവന ഇറക്കുന്നു? KCAയുടെ ഭാരവാഹികൾ ആരൊക്കെയാ? JS ജോർജ് ഉണ്ട്, പിന്നെ ആരുണ്ട്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മനീഷ് കോടിയേരി ഉണ്ടല്ലോ. ആരായാലും ഇത് പാർട്ടിയാ? CPM മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നില്ല. കുഞ്ഞുങ്ങളെ, അതായത് ക്രിക്കറ്റ് പഠിക്കാൻ വന്ന KCAയിൽ വന്ന കുട്ടികളെ അവിടുത്തെ ഒഫീഷ്യൽ കോച്ച് മനു എന്ന് പറയുന്ന ഒരു നരാധവൻ നിരന്തരം പീഡിപ്പിച്ചു. ഇത് 2019 ആദ്യത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കുട്ടി 2019 പീഡിപ്പിക്കപ്പെട്ടു. ഈ കുട്ടി വീണ്ടും തിരുവനന്തപുരത്ത് കോച്ചിങ്ങിന് വിടാൻ വന്നപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഭയം. ആ കുട്ടി പറഞ്ഞു എനിക്ക് പറ്റില്ല. അങ്ങനെ ബാംഗ്ലൂർ പോയി. അങ്ങനെ ആ കുട്ടി എന്താണ് സംഭവമെന്ന് ചോദിച്ചപ്പോഴാണ് ഈ നരാധവൻ 15, 14, 13 ഒക്കെ വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ വിവരം കഴിഞ്ഞ 1.5 മാസമായി കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എവിടെ ചർച്ച? എവിടെ സാംസ്കാരിക നായകർ? എവിടെ രാഷ്ട്രീയ പാർട്ടികൾ? നിങ്ങൾ ബ്രിജ് ഭൂഷൺ എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേരളത്തിലെ നാണം കെട്ട മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും. കുഞ്ഞുങ്ങളല്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ കുഞ്ഞുങ്ങൾ? ഇത് ചോദിക്കാൻ ഒരൊറ്റ മാധ്യമ പ്രവർത്തകനില്ല. ആ കുട്ടികളുടെ 6 കുട്ടികളുടെ പേരൻസ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. കന്റോൺമെൻറ്റ് പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇവനെ VIP പോലെ ട്രീറ്റ് ചെയ്ത് അവന് ചായയും പരിപ്പോടെയും മസാല ദോശയും മേടിച്ചു കൊടുത്തിരിക്കുക. അവൻ ഒരു കുട്ടിയുടെ കാര്യത്തിൽ കൺഫസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 6 കുട്ടികൾ ഇപ്പോൾ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന കന്റോൺമെൻറ്റ് പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല. പോലീസ് ഇയാളെ സഹായിക്കുകയാണ്. KCA എന്ന് പറയുന്ന വലിയ ഹ്യൂജ് ഫണ്ടുള്ള സംഘടനയാണ്, വലിയ സാമ്പത്തികമുണ്ട്. KCA ഭാരവാഹികൾ എന്ത് ചെയ്തു? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ആരോപണം പുറത്തു വന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരൊന്ന് പ്രതികരിക്കാൻ തയ്യാറായത്? ഇവരെ വെള്ളപൂശാൻ, ഇയാളെ മൂടി വെക്കാനല്ലേ ഇവർ ശ്രമിച്ചത്? ഇങ്ങനെ ഒരു വൃത്തികെട്ട സംഭവം നടന്നിട്ട് KCA പോലെയുള്ള ഈ നാണം കെട്ട സംഘടനയുടെ ഭാരവാഹികളായിരിക്കുന്നവർ രാജിവെക്കണമെന്ന് പറയാൻ ആരെങ്കിലും വന്നോ? ആരും വന്നിട്ടില്ല. അപ്പം നമ്മൾ ബ്രിജ് ഭൂഷൺ തേങ്ങാക്കൊല. നിങ്ങൾക്ക് വേണ്ടത് നരേന്ദ്രമോദിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി അയാൾ BJP-കാരനായതുകൊണ്ട് അയാൾ കാണിച്ച വൃത്തികേടിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക്. അതുമാത്രമാണ് മാധ്യമങ്ങളെന്ന് നിറഞ്ഞു. അതുമാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് എത്ര ദിവസം KCAയിലെ ഈ പിഞ്ചു പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തിയ ഈ പ്രതിയെക്കുറിച്ച് ചർച്ച ചെയ്തു? ഇതിൻ്റെ ഭാരവാഹികൾ ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്ന് എന്താ പറയാത്തത്? ഇത് ചോദിക്കാൻ കേരളത്തിൽ ഒരു മനുഷ്യനില്ല. വാളയാറിലെ പെൺകുട്ടികളുടെ കാര്യം അറിയാലോ. കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിട്ട് ഇന്നും ആ അമ്മ നീതിക്ക് വേണ്ടി നടക്കുക. ഒരു വൃത്തികെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഒരു CIO മറ്റോ. അവൻ ഇവരെ ജാതി പറഞ്ഞും ഈ കുട്ടികൾ വളരെ മോശപ്പെട്ട സ്വഭാവക്കാരാണെന്ന് പറഞ്ഞും പരസ്യമായി പ്രതികരിച്ച അയാളെ കുറച്ച് ദിവസം സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ തിരിച്ചെടുത്തിട്ടുണ്ട് പിണറായിയുടെ പോലീസ്. ആ അമ്മ വീണ്ടും കയറി ഇറങ്ങി നടക്കുക. പിണറായിയെ കണ്ടല്ലോ, പിണറായി ഈ കാല് തൊടുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന പിണറായിയുടെ കാലിൽ വീണ് ആ സ്ത്രീ കരഞ്ഞില്ലേ? കിട്ടിയിട്ടുണ്ടോ വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി? അപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നിരന്തരം വടക്കോട്ട് നോക്കി മാത്രം കുറയ്ക്കുന്ന കുറേ നായകളുണ്ട്. സങ്കടമാണ്. എനിക്കൊരു മകളുണ്ട്. എൻ്റെ മകളും ഈ പ്രായം കഴിഞ്ഞ് വന്നതാണ്. ട്യൂഷൻ ക്ലാസ്സിൽ പോവും, മറ്റ് യോഗ ക്ലാസ്സിൽ പോവും,
സ്പോർട്സിൻ്റെ ട്രെയിനിങ്ങിന് പോകും. അവിടെയൊക്കെ കുട്ടികളുടെ ത്തിന് വില പറയുന്ന, മാനം കവർന്നെടുക്കുന്ന നരാധമന്മാർ ഈ കേരളത്തിലുണ്ടായിട്ടും KCA പോലെ വലിയ ക്രിക്കറ്റ് മാമാങ്കങ്ങൾ നടത്തി കോടികൾ ഉണ്ടാക്കുന്ന ഒരു സംഘടന ഉണ്ടായിട്ടും കമാന്ന് മിണ്ടാതെ, ഒരക്ഷരം ചെയ്യാതെ, ഒരു ഈർക്കിലെടുത്ത് അടിക്കാൻ പറ്റാത്ത ആളുകളായി ഈ പ്രസ്ഥാനങ്ങൾ മാറുമ്പോൾ കേരളത്തിൽ എന്ത് മണ്ണാങ്കട്ട ഇടതുപക്ഷമുള്ളത്? കാരണം അവർക്ക് കോടിയേരിയുടെ മകൻ അവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഈ കുട്ടികളെ പീഡിപ്പിച്ചത് പ്രശ്നമല്ല. നീതി കിട്ടാത്തതുകൊണ്ടല്ലേ ഈ അമ്മമാർ ഹൈക്കോടതിയിൽ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പെറ്റീഷനുമായിട്ട് വന്നിരിക്കുന്നത്? അതെ, അവരിപ്പോൾ ഭയപ്പെടുകയാണ്. ഈ കുട്ടികളുടെ നഗ്ന വീഡിയോകളെടുത്തിട്ടുണ്ട്, ഇവർ പ്രചരിപ്പിക്കും, ഇവൻ്റെ ഫോണും മറ്റ് ഗാഡ്ജറ്റ്സുകളും പിടിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കന്റോൺമെന്റ് പോലീസ് അനങ്ങിയിട്ടില്ല. ഇത്രയും വലിയൊരു നീതികേട് കേരളത്തിൽ നടന്നിട്ട് ഇവിടെ മിണ്ടാതിരിക്കുന്ന രാഷ്ട്രീയ ഷണ്ടത്വമല്ല, സാംസ്കാരികവും സാമൂഹികവുമായ ഷണ്ടത്വം ബാധിച്ച ഒരു ജനതയായി എൻ്റെ സിനു നമ്മളൊക്കെ മാറിയിരിക്കുകയാണ്. കഷ്ടമാണ്. ആരും പറയുന്നില്ല. അപ്പോഴാണ് നമ്മൾ ബ്രിജ് ഭൂഷണൊക്കെ ചോദിക്കുക അല്ലേ? ആളുകളുടെ മനസ്സിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അതിങ്ങനെ കേട്ട് ഇഞ്ചക്ട് ചെയ്യൂ, നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യൂ. എവിടെ ഏതു സ്ത്രീക്കെതിരെ പീഡനം നടന്നാലും അത് ചോദ്യം ചെയ്യപ്പെടണം, നമുക്ക് തർക്കമില്ല. ബ്രിജ്ഭൂഷൺ തെറ്റി ഞങ്ങളെ ശിക്ഷിക്കണം. പക്ഷെ മനുവിനെ ശിക്ഷിക്കണ്ടേ? അതും വേണം. മനുവിനെ സംരക്ഷിച്ച അവിടെ ഗുസ്തി ഫെഡറേഷൻ പോലത്തെ ഒരു സംഘടനയുണ്ടല്ലോ ഇവിടെ, KCA. അതെ, എന്തുകൊണ്ട് KCAയുടെ പേരാരും പറയുന്നില്ല? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാരുടെ സംഘടന നിങ്ങൾക്ക് പേടിയാ? അവർക്ക് പണമുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഭയമാണല്ലേ? നമുക്ക് ഭയമൊന്നുമില്ല. KCAയുടെ ഭാരവാഹികളെ ഇന്ന് കൂട്ടുപ്രതിയായി പ്രോസിക്യൂട്ട് ചെയ്യണം. തയ്യാറാവുമോ സർക്കാർ? ഇല്ല. എന്തുകൊണ്ട് തയ്യാറാവില്ല? അതൊരു പണം വരുന്ന സംഘടനയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ, അപ്പോൾ കാശുള്ളവർ എന്തും ചെയ്യുക അല്ലേ ഈ നാട്ടിൽ? കുഞ്ഞുങ്ങളുടെ മാനത്തിന് വില പറയാം അല്ലേ? അവരുടെ അമ്മമാരുടെ കണ്ണീര് കാണാതിരിക്കുക അല്ലേ? ഇതാണോ കേരളം? ഇത്രയും കാലം പല പ്രേക്ഷകരും നമ്മളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ KCA പീഡനത്തെ കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് ഭയമാണ്? നമുക്ക് ഒരു ഭയവുമില്ല. KCAയുടെ പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റായ ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഈ നാട്ടിൽ ഒരു മനുഷ്യനില്ല, ഒരു മാധ്യമമില്ല. ഏതെങ്കിലും പത്രം എഡിറ്റോറിയൽ എഴുതിയോ? ഇല്ല. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ പണം വാരുന്ന വലിയ സെലിബ്രിറ്റികളായി മാറുന്ന ഒരു വലിയ വിനോദമാണ് അല്ലേ? അപ്പോൾ ക്രിക്കറ്റിലേക്ക് ആളുകൾ വരുന്ന, അതിൽ കൂടെ കിട്ടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, സാമ്പത്തികം, സാമൂഹിക അംഗീകാരം, ഇതെല്ലാം കണ്ടാ വരുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടുന്നത്. ആ കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്നറിഞ്ഞിട്ട് അത് മൂടി വെക്കാൻ ശ്രമിച്ച KCA ഭാരവാഹികൾ നാണം കെട്ട കസേരയിലിരിക്കുക. ഇവർ നാട്ടിലുള്ള ഈ ബിനീഷ് കോടിയേരിയൊക്കെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത ആളല്ലേ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബിനീഷ് കോടിയേരി? ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊക്കെ പെമ്പങ്കളില്ലേ, പെൺകുട്ടികളില്ലേ? അവരെയൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? അപ്പോൾ ആരാൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ നമുക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നിലവിളിച്ചാൽ മതി. കഷ്ടമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഏറ്റവും സമ്പത്തുള്ള, ഏറ്റവും സമ്പന്നമായ ഒരു സംഘടനയുടെ ഒഫീഷ്യൽ കോച്ച്, സംഘടന ഏർപ്പെടുത്തിയ കോച്ച്, അവരെ വിശ്വസിച്ച് KCA എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിശ്വസിച്ച് അവിടെ പരിശീലനത്തിന് വന്ന കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു 2019 മുതൽ എന്നുള്ള വാർത്ത പുറത്തു വന്ന് മാസം 2 നിങ്ങൾ അനങ്ങാതിരിക്കുകയാണ്. നിങ്ങൾ തള്ളിപ്പറയുന്നില്ല, നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നീതിപീഠത്തിന് മുന്നിൽ യാചിച്ചു നിൽക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നു. ഇത്രയും ഗുരുതരമായ ഒരാരോപണം, ഒരു വലിയ ലൈംഗിക അതിക്രമ കേസ്, മൈനർ പെൺകുട്ടികൾക്ക് നേരെ പോസ്കോ കേസ് പരിധിയിൽ വരുന്ന സംഭവം ഉണ്ടായിട്ട് ഒരു ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രാവിറ്റി നോക്കട്ടെ, എവിടെയൊക്കെ വെച്ച് നടന്നു? എന്തെങ്കിലും ഫോളോ അപ്പ് വാർത്തകൾ നമ്മുടെ പത്രങ്ങളിലുണ്ടോ? നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന പത്രങ്ങൾ, മാധ്യമങ്ങൾ വരിയടക്കുന്നില്ലേ ചാനലുകൾക്ക്? ഇതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? ഇതൊരു വലിയ പ്രശ്നമല്ലേ? എത്രയോ കുട്ടികളാണ് ഇത്തരം കായിക അധ്യാപകരെ വിശ്വസിച്ച് അവരുടെ അടുത്തേക്ക് രാപ്പകലില്ലാതെ ചെല്ലുന്നത്. അവരെയൊക്കെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, അവരുടെ വീഡിയോ എടുക്കുക, അത് പ്രചരിപ്പിക്കുക. എന്നിട്ട് ആ കുറ്റവാളി സമൂഹത്തിന് മുന്നിൽ, അയാളുടെ ഒരു ചിത്രം പോലും വന്നിട്ടില്ല. എവിടെയോ ഒരു ലോക്കൽ പേജിൽ ഒരു ചെറിയ വാർത്ത. അപ്പോൾ പണമുള്ളവർക്ക് ഇരയാക്കാനുള്ളതാണ് ഈ നാട്ടിലെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു വെക്കുകയാണ് KCAയുടെ ഭാരവാഹികൾ ഒരു നിമിഷം ആ പദവിയിലിരിക്കാൻ അർഹരല്ല. അവർക്കിതിൻ്റെ വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്.
നാണം കെട്ടവർ രാജിവെക്കണം. ഇല്ലെങ്കിൽ ജനം ചൂലിന്, ചാണകവെള്ളത്തിൽ മുക്കിയ ചൂലിന് അടിച്ച് ഇത്തരം സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഈ ഇത്തരം നരാധവന്മാർക്ക് കൂട്ടു നിൽക്കുന്ന ആളുകളെ അടിച്ച് പുറത്ത് കളയുന്ന കാലം വിദൂരമല്ല. അതിലേക്ക് പക്ഷേ ഇതൊക്കെ ഞാൻ ഭംഗിവാക്കിന് പറയാം കേട്ടോ, എനിക്ക് വിശ്വാസമൊന്നുമില്ല. ചേട്ടൻ ഇത്ര വികാരത്തിന് അടിമപ്പെട്ട് പറയുന്നത് അത്രയും ഫീൽ ചെയ്ത എനിക്കുണ്ട്. എൻ്റെ മകളും ഈ പ്രായത്തിൽ കടന്നുപോയതാ. എൻ്റെ ഇതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ വിശ്വസിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ, KCA പോലെയുള്ള വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനത്തിലാണ് സംഭവം നടന്നത്. അതിൻ്റെ ഭാരവാഹികൾ ഒന്നും സംഭവിക്കാതെ കൂളായി എല്ലാ സുഖലോലുപതയും അനുഭവിച്ചിരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ചാണകവെള്ളത്തിൽ ചൂലുമുക്കി അടിച്ചിറക്കുന്നു, ഒരു പിണ്ണാക്കും നടക്കില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ധാർമ്മിക രോഷം കൊണ്ട് പറഞ്ഞതാണ്. ഒന്നും സംഭവിക്കില്ല കേരളത്തിൽ. കേരളത്തിലെ ജനത അങ്ങനെ വരിയുടക്കപ്പെട്ട ഒരു ജനതയെ മാറിയിരിക്കും, പ്രതികരിക്കില്ല. നിങ്ങൾ UP-യിലാണെങ്കിൽ ഇതൊന്ന് UP-യിൽ നടന്നതായിരിക്കട്ടെ, അല്ലെ ഗുജറാത്തിലായിരിക്കട്ടെ, ഇവിടെ എന്തൊക്കെയായിരിക്കുന്നു. സാംസ്കാരിക നായകളായ കുറേ നായകരുണ്ട്. അവരെ ഉറക്കമാണ്, മഴക്കാലമല്ലേ, ഭയങ്കര ഉറക്കത്തിലാണ്, മിണ്ടില്ല. സെലക്റ്റീവ് ക്രിറ്റിസിസം, വടക്ക് തൊട്ട് നോക്കി മാത്രം. BJP-ക്കാരാവട്ടെ, നിങ്ങൾ എന്തിനാണ് കേരളം ഇങ്ങനെ എല്ലാ തിന്മകളെയും രാഷ്ട്രീയം നോക്കി, സ്വന്തം പാർട്ടിക്കാർ ആണെങ്കിൽ, സ്വന്തം സംസ്ഥാനത്താണെങ്കിൽ മൂടിവെക്കും. വടക്കേന്ത്യത്തെ ആളെ കൊല്ലുന്നുണ്ട്, മധുവിനെ തല്ലിക്കൊന്നില്ലേ? വിശന്നിട്ട് ഒരു നേരത്തെ അരി മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ ആദിവാസിയായ മനുവിനെ തല്ലിക്കൊന്ന കേസിലെ എല്ലാ പ്രതികളും പുറത്തു വന്നു. കേരളത്തിലാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല. കേരളത്തിൽ കേരളം ഈ പണ്ട് ദൈവം പറഞ്ഞ പോലെ അഗ്നിമഴ പെയ്യിച്ച് നശിപ്പിച്ച് കളയേണ്ട ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ, ഒരു സ്ഥലമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് നമ്മുടെ കേരളമാണ്. ലജ്ജയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ. KCA പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ കോച്ച് ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച് അതിൻ്റെ വിവരം പുറത്തു വന്നിട്ടും കേരളത്തിന് നൊന്തിട്ടില്ല. ആ കുട്ടികളുടെ മാതാപിതാക്കൾ വാളയാറിലെ അമ്മയെപ്പോലെ ഹൈക്കോടതിയുടെ മുന്നിൽ ഭിക്ഷ യാചിച്ച് നിൽക്കുകയാണ്. ഈ അന്വേഷണം തൃപ്തികരമല്ല, ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവരുടെ നിലവിളി കേൾക്കാത്ത കേരളമേ എനിക്ക് ലജ്ജിക്കാൻ പോലും കഴിയുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.